ഹേ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടും 2025 ആയല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു ഡയറി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡയറി എടുത്തിട്ടുണ്ടായിരുന്നു മീൻസ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഡയറി എടുത്തിട്ടുണ്ടായിരുന്നു, അല്ലാണ്ട് വേറെ എവിടെ നിന്ന് എടുത്ത കാര്യമല്ല കേട്ടോ. അപ്പോൾ ആ ഒരു ഡയറിയാണ് ഇത്. ഡെയിലി ഡയറി എഴുതുന്ന ഒരു ഹാബിറ്റ് ഒന്നുകൂടെ ഇമ്പ്രൂവ് ചെയ്യണം, കറക്റ്റായിട്ട് എഴുതി പോകണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഈ ഒരു പുതിയ ഡയറി എടുത്തിട്ടുള്ളത്. പിന്നെ പുതിയ മാസമാണല്ലോ. അപ്പോൾ ഈ ഒരു ഡയറിക്ക് ഒരു മേക്ക് ഓവർ കൊടുക്കുന്നതാട്ടോ ഇന്നത്തെ വീഡിയോ. ഈ ഡയറിയുടെ കവർ നിങ്ങൾ കണ്ടല്ലോ, ഒരു വൃത്തിയായിട്ട് കവർ, ഒരു ഭംഗിയില്ലല്ലോ. അപ്പോൾ അതൊന്ന് എസ്തറ്റിക്സ് ആക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡയറി. അപ്പോൾ ഇതാദ്യം കവർ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ നോർമൽ ബുക്ക് പൊതിയുന്ന ആ ഒരു മെത്തേഡ് ഉണ്ടല്ലോ, ആ രീതിക്ക് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഇതിൻ്റെ മുകളിലൊക്കെ ആയിട്ട് ഇതുപോലെ ടാക്കി ടാപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ടാക്കി ടാപ്പ് എന്ന് പറയാം, അല്ലെങ്കിൽ ഡബിൾ സൈഡ് ടാപ്പും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ലോക്കൽ സ്റ്റോഴ്സിലൊക്കെ അവൈലബിൾ ആണ്. 10 രൂപ എന്തേ വരുന്നുള്ളൂ ഇതിന്. ഇത് ഞാൻ 4 സൈഡിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് പശ തേക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ആ കൂടെ മിസ്സാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് 200 GSMൻ്റെ കാർഡ് സ്റ്റോക്ക് A4 സൈസിൽ വരുന്ന 2 എണ്ണം ഒട്ടിച്ചെടുക്കുക. അപ്പോൾ നമുക്കൊരു A3 സൈസ് കിട്ടുമല്ലോ. എന്നിട്ട് അത് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ റാപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ 2 എണ്ണം ജോയിൻ ചെയ്തത് ആ ഒരു സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെയും പശ തേച്ചിട്ടില്ല, ഞാൻ ഈ ടാക്കി ടാപ്പ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ ഈസി ആയിട്ട് റാപ്പ് ചെയ്യാൻ പറ്റും. നമ്മൾ ബുക്സൊക്കെ പൊതിയുന്ന ആൾക്കാരാണല്ലോ, അപ്പോൾ ആ ഒരു രീതിക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. സോ ഞാനിതിൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി ഡെക്കറേറ്റ് ചെയ്യുന്നത് കാണാം. അപ്പോൾ ഞാനിതൊരു ആളുടെ ഇൻസ്പയർഡ് ആയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. എൻ്റെ ഫേവറേറ്റ് കോണ്ടന്റ് ക്രിയേറ്റർ ഉണ്ട്, അപ്പോൾ ആളുടെ അടുത്ത് ഇതുപോലത്തെ ഒരു ഡയറി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇൻസ്പയർഡ് ആയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൽ അല്ലറ ചില്ലറ ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ കേട്ടോ ഞാൻ വരുത്തിയിട്ടുള്ളത്. ഓൾമോസ്റ്റ് അതുപോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ സൈഡിൽ ഇതുപോലെ ഒരു 3 പപ്പീസിൻ്റെ പിക്ചേഴ്സ് അത് ഞാൻ കൊളാഷ് പോലെ ആക്കിയിട്ട് സെറ്റ് ചെയ്തതാണ് കേട്ടോ. എന്നിട്ട് അത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് താഴെ ഒരു ഗ്രേ കളറിൽ വരുന്ന ഗിങ്കാം പാറ്റേൺ ഉണ്ടല്ലോ, അത് ഒട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു വാഷി ടൈപ്പിൻ്റെ സാമ്പിൾ പോലത്തതും ആ ഒരു പപ്പീസിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതുപോലത്തെ ഒരു പാറ്റേൺ പേപ്പറും അതും കട്ട് ചെയ്തിട്ട് ഇങ്ങനെ അതായത് ഒരു ചതുരത്തിൽ കട്ട് ചെയ്തിട്ട് ഇവിടെ ഒട്ടിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ് ആണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഒരു ബ്രൗൺ തീമിൽ വരുന്ന സ്റ്റിക്കേഴ്സ് ആണ്. പിന്നെ ഇതിൽ ഞാൻ എൻ്റെതായിട്ട് ഉള്ളൊരു സ്റ്റിക്കറാണ് കേട്ടോ ഇത്. ഈ ഒരു ബ്രെഡ് വിത്ത് ഓംലെറ്റ് അത് ഞാൻ ഇതിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ബ്രെഡ്, മിൽക്ക്, അങ്ങനത്തെ കുക്കീസ്, അങ്ങനത്തെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടാവില്ലേ, അങ്ങനത്തതൊക്കെയാണ് കേട്ടോ ഒട്ടിക്കുന്നത്. നമ്മൾ താഴെ ഗ്രേ കളറിൽ വരുന്ന ഒരു ഗിങ്കാം പാറ്റേണിൻ്റെ ഒരു പീസ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ അവിടെ ഞാൻ 2025 എന്നുള്ളത് ഒട്ടിച്ചിട്ടുണ്ട്. അത് ഞാൻ എൻ്റെതായിട്ടായിട്ട് ഇത് ഒട്ടിച്ചത്. കാരണം എനിക്ക് 2025 ഒട്ടിക്കാൻ വേറെ സ്ഥലമല്ലായിരുന്നു, അപ്പോൾ ഞാനത് അവിടെ ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഡയറി എന്നുള്ളൊരു സ്റ്റിക്കറും കൂടെ ഒട്ടിക്കുന്നുണ്ട്. അത് ഞാൻ പപ്പീസിൻ്റെ ആ ഒരു സൈഡിലായിട്ടാണ് കേട്ടോ ഒട്ടിക്കുന്നത്. മിനിമൽ ആയിട്ടുള്ള ഡിസൈൻ ആണല്ലോ, അതുകൊണ്ടായിരിക്കാം എനിക്ക് ഒന്നുകൂടി ഇഷ്ടമായതെന്ന് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഇതുപോലത്തെ ഒരു പപ്പിയുടെ സ്റ്റിക്കറും അത് ഈ സെൻറ്ററിൽ ഒട്ടിക്കുന്നുണ്ട്. ഇതിന് താഴെ ആയിട്ടാണ് നമ്മൾ ഇനി ഡയറി എന്നുള്ളത് ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. കാരണം ഇത് നമ്മൾ ഡെയിലി ഡയറി എഴുതാൻ പോകുന്ന ഡയറി ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഡയറി എന്നുള്ളത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഏകദേശം. പിന്നെ ഇതിൽ ആ ഒരു ക്രിയേറ്റർ ഒരു ഹാർട്ടിൻ്റെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു, അത് എനിക്കെന്തോ ഇഷ്ടമായില്ല. അപ്പോൾ ഞാൻ അത് വേണ്ടാന്ന് വിചാരിച്ചു. അതുകൊണ്ട് അത് ഞാൻ ഇതിന്ന് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അതും കൂടെ ഒട്ടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കവർ പേജ് ഞാൻ ഫില്ലായിട്ട് നിൽക്കുന്ന പോലെ തോന്നും, എനിക്കിങ്ങനെ തോന്നി. അപ്പോൾ ഞാൻ അത് സ്കിപ്പ് ചെയ്ത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡയറി എന്ന് എഴുതിയിട്ടുണ്ടായിരുന്ന സ്റ്റിക്കർ. അപ്പോൾ അത് ഇവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ക്രിയേറ്റർ ആ ഒരു ബ്രൗൺ പാറ്റേൺ പേപ്പറിൻ്റെ അവിടെ ആയിട്ട് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഇവിടെ ആയിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഡെയിലി ഡയറി മേക്ക് ഓവർ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ